ഹായ് ഓൾ, ഹോം സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എല്ലാരും കേറുന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ നമ്മള് 27 ചാപ്റ്ററുകൾ കവർ ചെയ്തായിരുന്നു അല്ലെ? 3 ചാപ്റ്ററും കൂടെ ഉള്ളായിരുന്നു നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ എടുക്കാനായിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് 29, 30, 31 ഈ 3 ചാപ്റ്ററുകളാണ് ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. 27 വരെ നമ്മൾ കവർ ചെയ്താണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് 29ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ക്ലീനിങ് മെറ്റീരിയൽസ്, വൃത്തിയാക്കലും അതിനുള്ള ഉപകരണങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ്, നമ്മുടെ വീട് എങ്ങനെയൊക്കെയാണ് നമുക്ക് വൃത്തിയാക്കാൻ കഴിയുന്നത്, എങ്ങനെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം, ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ഡസ്റ്റേഴ്സ്, ഡസ്റ്റ് പാൻ, അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഡെയിലി കാണുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പൊ അതിന്റെ പേരുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. എപ്പോഴും നമുക്കറിയാം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഓരോ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ എങ്ങനെ ഏത് ഭാഷയിലോ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് എഴുതാലോ. അപ്പൊ ബാക്കി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ 29ാമത്തെ ചാപ്റ്റർ ക്ലീനിങ് ആൻഡ് ക്ലീനിങ് മെറ്റീരിയൽ, വൃത്തിയാക്കലും അതിനുള്ള ഉപകരണങ്ങളുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം, വീട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിത്യേന വൃത്തിയാക്കുന്നു, വീട്ടുപകരണങ്ങൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് സൂക്ഷിക്കുന്നു. അതിലെന്താണ്, നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ക്ലീനിങ് എന്ന് പറയുന്നത് അല്ലെ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നീറ്റായിട്ടാണ് എപ്പോഴും ഇരിക്കുക അല്ലെ? നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കും, നീറ്റായിട്ടായിരിക്കും സൂക്ഷിക്കുക. നമ്മുടെ പ്ലേസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നീറ്റായിട്ടിടും അല്ലെ? നമ്മൾ എവിടെ പോയാലും അത് നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ, നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണമാണെന്ന് പറയാ. എന്താണ്, നമ്മൾ ഏറ്റവും നല്ല വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് അല്ലെ? ഇവിടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്താണ്, മറ്റുള്ളവരെ നമ്മളെ നോക്കി അയ്യേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അല്ലെ? നമ്മുടെ വീടാണെങ്കിലും, നമ്മുടെ റൂമാണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണെങ്കിലും, നമ്മുടെ ഡ്രസ്സാണെങ്കിലും അല്ലെ? നമുക്ക് എപ്പോഴും പുതിയ ഡ്രസ്സ് തന്നെ ഇടണമെന്നില്ല. നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമുക്ക് വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം അല്ലെ? അതൊക്കെയാണ് നമ്മൾ ഏറ്റവും നല്ല ഇതായിട്ട്. അല്ലാണ്ട് എപ്പോഴും പുതിയ വസ്ത്രം മേടിച്ചിടാനായിട്ട് നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ? അപ്പൊ എന്താണ്, എല്ലാം എപ്പോഴും എന്താണ്, ക്ലീൻ ചെയ്ത് വെക്കുക അല്ലെ? നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പൊ അല്ലെ, ശുചീകരണത്തെ കുറിച്ച്, അതിന്റെ ക്ലീനിങ് ഏജന്റിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അല്ലെ? നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്ത് പാറ്റ, ഉറുമ്പ്, എലി, പല്ലി ഒക്കെ സാധനങ്ങൾ എന്ത് ചെയ്യും, വന്ന് അവരുടെ എന്ത് ചെയ്യും, വാസകേന്ദ്രമാക്കി മാറ്റും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിത്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീട് പരിസരവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ആക്കി വെക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടുപകരണങ്ങളെല്ലാം ദിവസേന എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലീൻ ചെയ്യുന്നു അല്ലെ? എപ്പോഴും നമുക്ക് ഓരോ പ്ലേസും ഓരോ സാധനങ്ങളും മാറ്റി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ ഒരു കാര്യമല്ല അല്ലെ? നമുക്കറിയാം, ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല നമ്മുടെ വീട്ടിലുള്ള സകല സാധനങ്ങളും മാറ്റി വെച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതെന്താ, അത്രയും ജോലികൾ നമുക്ക് എന്താ, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ക്ലീനിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നിങ്ങളുടെ ഗൈഡിന്റെ അകത്ത് 136ാമത്തെ പേജാണ് ഗൈഡിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ കൊടുത്തേക്കുന്നത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്ലീനിങ്? ക്ലീനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്ക് ഓർത്തിരുന്ന എഴുതാവുന്ന കാര്യമുള്ളൂ. എന്താ ക്ലീനിങ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എളുപ്പാ അല്ലെ? നമുക്ക് ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഹൗസ് കീപ്പിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യ പടിയുമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? പല മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പൊടിയും ചെളിയും അഴുക്കും നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ക്ലീനിങ് എന്ന് പറയാ. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലുള്ള പൊടിയുണ്ട്, ചെളിയുണ്ട്, അഴുക്കുകളുണ്ട്, അവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലീൻ ആക്കി അല്ലെ? അവ നീക്കം ചെയ്യുന്ന ആ പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്ലീനിങ് എന്ന് പറയുന്നത്.
അപ്പൊ വേറൊരു പിന്നെ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നതാണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡസ്റ്റ് ആൻഡ് ഡേർട്ട്? എന്താണ് പൊടിയും അഴുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ നമ്മളോട് ചോദിക്കുന്നത് നോക്കിയേ. അല്ലെ, ഉണങ്ങിയ തുണി കൊണ്ട് നീക്കം ചെയ്യാവുന്നതും പിന്നെയോ വായുവിലൂടെ നീങ്ങി ഏത് പ്രതലത്തിലും കാണപ്പെടാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയാ, പൊടി എന്ന് പറയാ. എവിടെ നോക്കിയാലും നമുക്ക് പൊടി കാണാം, അല്ലെ, ഡസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നനവ് കൊണ്ടോ മെഴുക്ക് കൊണ്ടോ ഏതെങ്കിലും പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയാണ് നമ്മൾ എന്ത് പറയാ, അഴുക്കെന്ന് പറയും. ഇപ്പൊ ഒരു പൊടിയുള്ള സ്ഥലത്ത് നമ്മൾ നനവുള്ള കൈ കൊണ്ടൊന്ന് പോയി പിടിച്ചു, കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ പാട് അവിടെ കാണും. അതിന് നമ്മൾ എന്ത് പറയും? ആ, അഴുക്ക്, അല്ലെ, എന്ന് നമ്മൾ പറയും. പൊടി എന്ന് പറഞ്ഞാൽ പൊടിയായിട്ട്, അല്ലെ, ഡസ്റ്റ് രൂപത്തിലായിരിക്കും, പൗഡർ രൂപത്തിലായിരിക്കും ഇരിക്കുക. അഴുക്ക് എന്ന് പറയുമ്പോൾ ഡേർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഇതെന്ന് പറയാ, നമ്മൾ പിടിച്ചത് എന്തെങ്കിലും എണ്ണ കൊണ്ടോ അല്ലെങ്കിൽ മെഴുക്ക് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ ഒക്കെ അവിടെ പറ്റി പിടിച്ച് വേറെ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, കുഴഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അഴുക്ക് എന്ന് പറയാ, അല്ലെ. അടുത്തൊരു ചോദ്യം എന്താണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ക്ലീനിങ്, എക്സ്പ്ലെയിൻ. ക്ലീനിങ്ങിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലീനിങ്ങിന്റെ അതൊന്ന് ടിക്ക് ചെയ്ത് പോകണം കേട്ടോ. ഇത് ഒക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പൊക്കോ. ആ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാമല്ലോ, നിങ്ങൾക്ക് സ്വയം എഴുതാവുന്ന കേസേ ഉള്ളൂ. ഇപ്പൊ ക്ലീനിങ്ങിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാം, നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചാപ്റ്റർ 29 ചാപ്റ്റർ ആണ് നിങ്ങളുടെ ഗൈഡിന്റെ അകത്ത്, 136 പേജ്. അപ്പൊ എന്തൊക്കെയാണ്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഡസ്റ്റിംഗ് ആണ്, പൊടി തട്ടുക. രണ്ടാമത്തെ ഏതാണ്, ഷേക്കിംഗ് ആൻഡ് ബീറ്റിംഗ്, കുടഞ്ഞു വിരിക്കുക, കുടയുക എന്ന് പറഞ്ഞാൽ. പിന്നെ സ്വീപ്പിംഗ് എന്താണ്, അടിച്ചു വാരുക. മോപ്പിംഗ് തുടയ്ക്കുക. വാഷിംഗ് കഴുകുക. ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്ന, അല്ലെ. പോളിഷിങ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ക്ലീനിങ്ങിന്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല, സിമ്പിൾ ആയിട്ട് ഇപ്പൊ തന്നെ പഠിച്ചല്ലോ നിങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്, ഡസ്റ്റിംഗ് ആണ്, പൊടി എന്താണ്, പൊടി തട്ടി ഉണങ്ങിയ തുണി കൊണ്ട് ഏത് പ്രതലത്തിലും പൊടിയുടെ ചെറിയ കണികൾ നമുക്ക് നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് നമ്മൾ എന്താ പറയാ, ഡസ്റ്റിംഗ് എന്ന് പറയാ, അല്ലെ. നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെറിയ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേകിച്ച് ഉള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാം, പൊടി തട്ടിക്കളയാം. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഡസ്റ്റിംഗ് എന്ന് പറയാം. പിന്നെ അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഷേക്കിംഗ് ആൻഡ് ബീറ്റിംഗ്. നമ്മൾ ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കുലുക്കുക കുടയുക എന്നുള്ളത്, അല്ലെ. പൊടി നിറഞ്ഞ തുണി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുടഞ്ഞു കഴിയുമ്പോൾ നമ്മള് ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കുടഞ്ഞു വിരിക്കാറുണ്ട്, അല്ലെ. വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ രാവിലെ എപ്പോ എന്ത് ചെയ്യും, നമ്മള് ആ ബെഡ്ഷീറ്റ് ഒന്നും കൂടെ കുടഞ്ഞു വിരിക്കുക. ഏത് ഡ്രസ്സ് ആണെങ്കിലും ചുമ്മാ കിടക്കുന്നതാണെങ്കിലും നമ്മളൊന്ന് എടുത്തിടാനാണെങ്കിലും എടുത്ത് മടക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുടഞ്ഞേച്ച് വേണം എടുത്തിടാനായിട്ട്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പൊടി പറ്റി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ കയറിയിരിപ്പുണ്ടാവും, ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണെങ്കിലും അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെയുള്ള ജീവികൾ കയറി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊന്ന് കുടഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും, ചാടിപ്പോവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ. പിന്നെ അടുത്തത് ഏതാണ്, അതുപോലെ കാർപ്പറ്റ്, അല്ലെ, ചവിട്ടി, കർട്ടൻ തുടങ്ങിയവയിലെ പൊടി തട്ടിയും കൊട്ടിയുമാണ് നമ്മൾ കളയുന്നതിന്. അതിനെ നമ്മൾ എന്താ പറയാ, ഷേക്കിംഗ് ആൻഡ് ബീറ്റിംഗ് എന്ന് പറയാ. എല്ലാ സാധനങ്ങളും നമുക്ക് കൊണ്ടുപോയി വാഷ് ചെയ്യാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടാണ്. കാർപ്പറ്റ്, അതുപോലെ തന്നെ ചവിട്ടി, കർട്ടൻ, അല്ലെ, അതൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക, പൊടി തട്ടിക്കളയാണ് ചെയ്യുക. പിന്നെ ഏതാണ്, സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി കളയുക, അല്ലെ. ചൂലോ ബ്രഷോ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മുറിയിലെ പൊടി നീക്കം ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്താ പറയാ, സ്വീപ്പിംഗ് എന്ന് പറയുന്നത്. ഭിത്തിയിലാണെങ്കിൽ മുകളിൽ നിന്നും താഴോട്ടും തറയിൽ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തോട്ടും അടിച്ച് ഒരു അടിച്ചുവാരിയിൽ കോരിയെടുക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ എന്താ പറയാ, സ്വീപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, അല്ലെ. പിന്നെ അടുത്തതാണ് മോപ്പിംഗ് ആണ്. മോപ്പിംഗ് എന്താണ്, തുടയ്ക്കുന്നതിന് നമ്മൾ എന്താ പറയാ, മോപ്പിംഗ് എന്ന് പറയാ. ഒരു നനഞ്ഞ തുണി കൊണ്ട് പൊടി തുടയ്ക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, മോപ്പിംഗ് എന്ന് പറയുന്നു, അല്ലെ. ഒരു നനഞ്ഞ തുണി കൊണ്ട് എന്ത് ചെയ്യുന്നു, തുണി കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഇതൊക്കെ ബ്രഷൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പൊടി തുടച്ചെടുക്കുന്ന പ്രക്രിയക്ക് നമ്മൾ എന്താ പറയാ, മോപ്പിംഗ് എന്ന് പറയാ, അല്ലെ. പിന്നെ എന്താണ്, വാഷിംഗ് ആണ്, അല്ലെ. ചൂലും വെള്ളവും ഉപയോഗിച്ച് തറ ഉരച്ച് കഴുകുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, വാഷിംഗ് എന്ന് പറയുന്നു, അല്ലെ. അങ്ങനെ നമ്മൾ അല്ലെ, നമ്മുടെ മുറ്റത്തൊക്കെ വല്ല ചെളിയൊക്കെ കൂടി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായിരിക്കും, അല്ലെ, അതാണ് ചെയ്യാറുള്ളത്, അല്ലെ. അല്ലെങ്കിൽ ഒരുപാട് ചെടി പിടിച്ചെങ്കിൽ നമുക്ക് ചൂലൊക്കെ ഉപയോഗിച്ച് ചൂലും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ, തറ ഉരച്ച് കഴുകുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്താ പറയാ, വാഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്, പോളിഷിംഗ് ആണ്. ഒരു വസ്തുവിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ
അതിനെ ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? പോളിഷിംഗ് എന്ന് പറയുന്നത്. പോളിഷിംഗ് അറിയാലോ അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിന് തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും അല്ലെ പോളിഷ് ചെയ്യുന്ന ആ പ്രക്രിയക്ക് പോളിഷിംഗ് എന്ന് പറയുന്നത് അത് അറിയാലോ. പോളിഷിംഗ് എന്നാണ് ഉരച്ച് നല്ല വൃത്തിയാക്കി നല്ല മിനുസപ്പെടുത്തി തിളക്കം കൂട്ടുന്നതിനെ നമ്മൾ എന്താ പറയാ? ഒരു വാക്ക് പറയത്തില്ലെങ്കിൽ എന്താണ്? ആ വസ്തുവിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിഷിംഗ്. എങ്കിലും ആ ഒരു സെന്റൻസെങ്കിലും എഴുതാൻ നമുക്കറിയാലോ. അറിയാം. ഇനി അടുത്ത ചോദ്യം എന്താണ് നമുക്കുള്ളത്? വാട്ട് ആർ ദ എക്യുപ്മെന്റ് ആൻഡ് അതർ മെറ്റീരിയൽസ് വിച്ച് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലീനിങ്? ക്ലീനിങ്ങിനെ സഹായിക്കുന്ന ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും എന്തൊക്കെയാണ്? അല്ലെ, ക്ലീനിങ്ങിന് സഹായിക്കുന്ന ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും ഒക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡസ്റ്റേഴ്സ് അല്ലെ? ഒന്ന് ഡസ്റ്റേഴ്സ് ആണ്, രണ്ടാമത്തെ ഡസ്റ്റ് പാൻ ആണ്, മോപ്പ് ഉണ്ട്, പോളിഷിംഗ് ക്ലോത്ത് ഉണ്ട്, ബ്രൂം ഉണ്ട്, ബ്രഷസ് ഉണ്ട്, പിന്നെയോ ഡസ്റ്റ്ബിൻ ഉണ്ട്, വാക്യൂം ക്ലീനർ ഉണ്ട്. നമുക്ക് എല്ലാം പരിചിതമായ കാര്യങ്ങളാണ് ഉള്ളൂ. നമ്മള് ക്ലീനിങ്ങിന് സഹായിക്കുന്ന ഉപകരണങ്ങളും സാമഗ്രികളുടെയും പേരെന്ന് എഴുതാൻ പറഞ്ഞു. ഏതൊക്കെയാന്ന് നമുക്കറിയാൻ പാടില്ലേ? നമ്മുടെ വീട്ടില് എന്തൊക്കെയുണ്ട്? ഡസ്റ്റേഴ്സ് ഉണ്ട്. ഒരു വടിയിൽ കനം കുറഞ്ഞ തുണിയോ കമ്പിളിയോ കൃത്രിമ തുവാലകളോ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഡസ്റ്റർ. ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം മേളിലൊക്കെ ഇരിക്കുന്ന പൊടി തട്ടിക്കളയാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കറിയാം. ഡസ്റ്ററിനെ കുറിച്ച് അറിയാം അല്ലെ? പിന്നെ ഏതാണ്? ഡസ്റ്റ് പാൻ ആണ്. ഡസ്റ്റ് പാൻ അറിയാലോ. അടിച്ചുവാരിനെ കുറിച്ച് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണ് അടിച്ചുവാരി അല്ലെ? അപ്പൊ പ്ലാസ്റ്റിക് കൊണ്ടോ മെറ്റൽ കൊണ്ടോ അടിച്ചുവാരി എന്താണ് ഉണ്ടാക്കാവുന്നതാണ്. ചൂല് കൊണ്ട് മുറി അടിച്ചുകൂട്ടി അടിച്ചുവാരിയിലേക്ക് വാരി ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുക അല്ലെ? അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യും? ഡസ്റ്റ്ബിൻ പുറത്തു കൊണ്ടുപോയി ക്ലീൻ ആക്കി വെക്കും അല്ലെ? അതാണ് എന്താണ് ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ. പേരുകൾ ഓർക്കണം. നമ്മൾ എപ്പോഴും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഓരോ മേഖലയിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കില്ല. അപ്പൊ ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക. ഡസ്റ്റ് പാൻ എന്താണ്? അടിച്ചുവാരിയാണ് അല്ലെ? പിന്നെ ഏതാണ്? മോപ്പ്. മോപ്പിന്റെ പ്രത്യേകത എന്താ? കട്ടിയുള്ള കോട്ടൺ തുണി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒക്കെ വീട്ടിലുള്ള ഒരു സാധനം. നമ്മുടെ തറ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെ? തറയിൽ നിന്നും പൊടി നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. നല്ല വെള്ളത്തിൽ മോപ്പ് മുക്കിയാണ് തുടയ്ക്കുന്നത് അല്ലെ? മോപ്പ് കണ്ടിട്ടുണ്ടല്ലോ. അത് കാണാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല അല്ലെ? മോപ്പുണ്ട്. എല്ലാവരുടെയും വീട്ടിലും ഉള്ള ഒരു സാധനമാണ് മോപ്പ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ തറ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഏതാണ്? പോളിഷിംഗ് ക്ലോത്ത്. കമ്പിളി പോലുള്ള വെള്ളം വലിച്ചെടുക്കുന്ന തുണി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. പോളിഷ് ചെയ്ത പ്രതലം മിനുസപ്പെടുത്താൻ പോളിഷിംഗ് ക്ലോത്ത് ഉപയോഗിക്കുന്നു. അപ്പൊ കമ്പിളി പോലെയുള്ള വെള്ളം വലിച്ചെടുക്കുന്ന തുണി ഉപയോഗിച്ചാണ് പോളിഷിംഗ് ക്ലോത്ത് ഉണ്ടാക്കുന്നത്. പോളിഷ് ചെയ്ത പ്രതലം മിനുസപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നു? പോളിഷിംഗ് ക്ലോത്ത് ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തതാണ് ബ്രൂമാണ്. ബ്രൂം എന്താ? ചൂല് അല്ലെ? ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ എപ്പോഴും നിത്യ ഉപയോഗത്തിൽ നമ്മൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല പറയണേ. അപ്പൊ ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂലാണ് അല്ലെ? മൃദുവായ ചൂല് ഉപയോഗിച്ച് നിലം തൂക്കുവാനും കട്ടിയുള്ള ചൂല് കൊണ്ട് അടിച്ചു കഴുകാനും നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ? നമ്മള് നമ്മുടെ മുറിക്കകവും വീടിന്റെ ഉൾവശമൊക്കെ തൂക്കാനായിട്ട് നമ്മൾ നല്ല മൃദുവായിട്ടുള്ള ചൂല് ഉപയോഗിക്കും. പുറത്ത് മുറ്റമൊക്കെ അടിച്ചു വരാനായിട്ട് ഇച്ചിരി ബലമുള്ള ചൂലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അത് നമുക്കറിയാലോ അല്ലെ? അല്ല, ഈർക്കിലിയൊക്കെ ഉപയോഗിച്ച് ഈർക്കിലി ചൂല് ഒക്കെ ഉണ്ടല്ലോ, കെട്ടി വെച്ചിട്ടുള്ള ഈർക്കിലി ചൂലൊക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മുറ്റമൊക്കെ അടിച്ചു വരിക അല്ലെ? അത് ഇച്ചിരി ബലമുള്ള ചൂലാണ്. അപ്പൊ ഇലയും കണ്ട അതൊക്കെ വസ്തുക്കളൊക്കെ അടിച്ചു കളയാനായിട്ട് നമുക്ക് ഇച്ചിരി ബലമുള്ള ചൂലാണ് മുറ്റത്ത് നല്ലത്. നമ്മുടെ റൂം അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഉൾവശം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുക? മൃദുലമായ ചൂലാണ് ഉപയോഗിക്കുക അല്ലെ? പുൽച്ചൂലുകളുണ്ട്, അതുപോലത്തെ ചൂലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ബ്രഷസ് ആണ്. ബ്രഷുകൾ പല വലുപ്പത്തിലും പല ആകൃതിയിലും ഉണ്ട്. കാർപ്പറ്റ് ഫർണിച്ചർ മുതലാക്കിയ പ്ലാസ്റ്റിക്, നൈലോൺ ബ്രസിൽസും വട്ടത്തിലുള്ള തൂവൽ ബ്രഷ് ഉപയോഗിച്ച് ചുക്കിലി ചിലന്തി വല തുടയ്ക്കാനും മെറ്റൽ ബ്രഷ് കൊണ്ട് എന്താണ് അങ്ങനെയുള്ള ഇച്ചിരി കട്ടിയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് മെറ്റലിന്റെ ബ്രഷ് എന്ത് ചെയ്യുന്നു? നമ്മുടെ വീടിന്റെ മുകൾ വശത്തോ അല്ലെങ്കിൽ വാർക്കയുടെ മുകളിലോ അല്ലെങ്കിൽ ഷീറ്റിന്റെ മുകളിലൊക്കെ പിടിച്ചിരിക്കുന്ന പായൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യാനായിട്ടാണ് മെറ്റൽ ബ്രഷ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? പിന്നെ ഏതാണ്? ബക്കറ്റ് ഉണ്ട്, ബേസിൻസ് ഉണ്ട് അല്ലെ? പിന്നെ പ്ലാസ്റ്റിക്കും മെറ്റൽ ബക്കറ്റുകളും പല രൂപത്തിൽ പല വലിപ്പത്തിലൊക്കെ നമുക്ക് ലഭ്യമാണ്, അറിയാലോ.
എല്ലാ വീടുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്നും കൂടെ എന്ന് പറയാം. ഡസ്റ്റേഴ്സ് ഉണ്ട്, ഡസ്റ്ററുകൾ ഉണ്ട്, ഡസ്റ്റ് പാൻ ഉണ്ട്, മോപ്പ് ഉണ്ട്, പോളിഷ് ക്ലോത്ത് ഉണ്ട്, ബ്രൂം ഉണ്ട്, ബ്രഷസ് ഉണ്ട്, ബക്കറ്റ് ഉണ്ട്, ബേസിൻസ് ഉണ്ട്. പിന്നെ ഏതാണ് അടുത്ത ഒരെണ്ണം? ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ എന്താണ്? അടച്ചു വെക്കാവുന്ന അടപ്പുള്ള പ്ലാസ്റ്റിക് ഒരു ഡസ്റ്റ്ബിൻ ആണ്. അഴുക്കും പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള എന്ത് സാധനവും അല്ലെ, അഴുക്ക് ഒട്ടി പിടിക്കില്ല അതിൻ്റെ അകത്ത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പർ വിരിച്ചേച്ച് ഇത് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. ഇത് ദിവസവും എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത് വെക്കാം. അല്ലെ, നമുക്ക് എന്തെങ്കിലും കവറുകൾ അതിൻ്റെ അകത്ത് എടുത്തു വെച്ചേച്ച് അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് ആ കവറോട് കൂടി എടുത്തു കളഞ്ഞാൽ നമുക്ക് ആ പാത്രത്തിന്റെ അകത്തൊന്നും പറ്റി പിടിക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാം അല്ലെ. പിന്നെ ഏതാണ്? വാക്യൂം ക്ലീനർ ഉണ്ട്. വാക്യൂം ക്ലീനർ അറിയാലോ അല്ലെ, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വാക്യൂം ക്ലീനർ. ഇത് പൊടിയും അഴുക്കും എന്ത് ചെയ്തു, വലിച്ചെടുത്ത് ഒരു ബാഗില് സംഭരിക്കുന്നു. ഈ ബാഗ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വൃത്തിയാക്കി വെക്കണം. അതാണ് വാക്യൂം ക്ലീനറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും എന്ത് ചെയ്യും, അത് വലിച്ചെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, അതിന്റെ ആ ബാഗിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇത് വലിച്ചെടുത്ത സാധനം എല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പൊ അത്രയാണ് 8 പോയിന്റുകളാണ് ഉള്ളത്. പഠിച്ചൂല്ലോ, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അതായത് 8 പോയിന്റും അറിയാലോ. ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയുന്നവർ എന്നാ ചെയ്യണ്ടേ അല്ലെ? ഇതൊക്കെ എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻസർ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചേക്കുന്ന വാട്ട് ആർ ദ എക്യുപ്മെന്റ് ആൻഡ് അതർ മെറ്റീരിയൽ വിച്ച് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലീനിങ്. ക്ലീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ്, മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ അറിയാലോ. ഇനി അടുത്തൊരു ചോദ്യം ഏതാണ്? വാട്ട് ആർ ദ ക്ലീനിങ് മെത്തേഡ്സ് യൂസ്ഡ് ദ ക്ലീനിങ്. അപ്പൊ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലീനിങ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെ, നമ്മൾ അതിന് വേണ്ട മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അതിന് ഉപയോഗിക്കുന്ന ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് വേണം? വെള്ളം അല്ലെ, വാട്ടർ വേണം. പിന്നെ ഡിറ്റർജന്റ് ഉണ്ട്, പിന്നെ അബ്രസീവ്സ് ഉണ്ട്, പിന്നെ ആസിഡ് ഉണ്ട്, ആൽക്കലീസ് ഉണ്ട്, ബ്ലീച്ചസ് ഉണ്ട്, സോൾവെന്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും. അപ്പൊ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പലവിധത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വാട്ടർ ആണ്, വെള്ളം. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലളിതമായ ഒന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം എന്ന് പറയുന്നത്. ചിലപ്പോൾ വെള്ളം ഏതെങ്കിലും വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ചില ശുചീകരണ വസ്തുക്കൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ തറയൊക്കെ തുടയ്ക്കുക അല്ലെ. ഇപ്പൊ ഡിറ്റർജന്റുകൾ ശുചീകരണ വസ്തുക്കളാണ്. ഡിറ്റർജന്റ് പൗഡർ രൂപത്തിലും, സോപ്പ് പൊടി, കട്ടയായി സോപ്പ്, പിന്നെയോ ലായനിയായി ലിക്വിഡ് സോപ്പ്, ഇവയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവ ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിൽ കലർത്തി നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഡിറ്റർജന്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് വെള്ളത്തിൽ അലിയുന്നതും തുണി നരപ്പിക്കാത്തതും ആയിരിക്കണം. കൈകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതും ആവരുത്. അപ്പൊ നമ്മൾ ഡിറ്റർജന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അത് വെള്ളത്തിൽ നന്നായിട്ട് അലിയുന്ന ഡിറ്റർജന്റ് ആണോ എന്ന് നോക്കണം. രണ്ടാമതായിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തുണി നരച്ചു പോകുന്നതാണോ എന്ന് നോക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ കൈക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡിറ്റർജന്റ് തിരഞ്ഞെടുക്കാനായിട്ട്. അബ്രസീവ്സ് എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? അബ്രസീവ് അഴുക്ക് ഉരച്ച് കഴുകുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്രസീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ചില ബ്രഷസ് പോലെ ചെറിയ ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉരച്ച് കഴുകിയെടുക്കാൻ ചില സാധനങ്ങൾ. അപ്പൊ അതൊരെണ്ണം. പിന്നെ ആസിഡ്, വിനാഗിരിയും നാരങ്ങ നീരും കറ കളയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. കട്ടിയുള്ള ആസിഡാണ് ടോയ്ലറ്റും സിങ്കും ഒക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ഓരോന്നിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് പോലെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ. ആ അഴുക്ക് നല്ല പൂർണ്ണമായിട്ട് തുടച്ച് നീക്കുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ ആൽക്കലീസ് ഉണ്ട്. ഗ്രീസ് ഇളക്കുവാനും കറകൾ കളയുവാനുമായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ, അമോണിയ തുടങ്ങിയ ആൽക്കലികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ബ്ലീച്ചസ് ആണ്. തുണികളിലെ കറ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ബ്ലീച്ചസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമുക്ക് സുലഭമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മോർഗ എന്നൊക്കെ പറയുന്ന അല്ലെ, അതൊക്കെ ഏതാണ്? ബ്ലീച്ചസുകളാണ്. പിന്നെ ഏതാണ്? സോൾവെന്റുകൾ ഏതാണ്? ഗ്രീസ്, വാക്സ് മുതലായവയ്ക്ക് പുറമെ മറ്റു കറകൾ നീക്കം ചെയ്യുന്നതിനും നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? സോൾവെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പേരുകൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. എട്ടാമതായിട്ട് ഒരു പോയിന്റ് ഏതാണ്? പോളിഷസ് ആണ്.
അതാണ് തറ, ഫർണിച്ചർ, ലെതർ, മെറ്റൽ മുതലായ ഏത് പ്രതലവും നമ്മൾ പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രതലത്തിന്റെ നമ്മുടെ ഏത് ഭാഗമാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുന്നു, തിളക്കം കൊടുക്കുന്നു. വീട്ടിലുണ്ടാക്കുന്ന പോളിഷിനെ അപേക്ഷിച്ച് റെഡിമെയ്ഡ് പോളിഷുകൾ വില കൂടിയവയാണ്. അപ്പൊ നമുക്ക് വീട്ടിലും പോളിഷ് നമുക്ക് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോളിഷുകൾക്ക് എങ്ങനെയാണ്, വില കൂടുതലാണ്. പിന്നെ നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഫർണിച്ചർ ക്രീം ഉണ്ടാക്കുന്നത്, ഫർണിച്ചർ പോളിഷ് ഉണ്ടാക്കുന്നത്, മെറ്റൽ പോളിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാൻ യു ഈസിലി മേക്ക് പോളിഷസ് അറ്റ് ഹോം, ഗീവ് സം റെസിപ്പീസ്. എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്നവയും നിത്യോപയോഗത്തിലുള്ളതുമായ പോളിഷുകളുടെ ഒരു റെസിപ്പി തയ്യാറാക്കുക, 4 താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് പോളിഷുകൾ, ഫർണിച്ചർ ക്രീം, ഫർണിച്ചർ പോളിഷ്, മെറ്റൽ പോളിഷ് ഒക്കെ, പിന്നെ കോപ്പർ ക്ലീനർ ഒക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ചിലപ്പം ഇങ്ങനെയുള്ള ഇത് ചോദിച്ച് കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഓരോന്നിനും, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തെ ഫർണിച്ചർ ക്രീം, ഫർണിച്ചർ ആ ഒരു ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്, ബീസ്റ്റ് വാക്സ് ഉണ്ട് 50 ഗ്രാം, പിന്നെ ടർപ്പൈൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫർണിച്ചർ ക്രീം ഉണ്ടാക്കുന്നത്, പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഫർണിച്ചർ പോളിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ അകത്ത് ലിൻസീഡ് ഓയിൽ ചേർക്കും, ടർപ്പൈൻ ഉണ്ട്, വിനാഗിരി ഉണ്ട്, മെത്തലൈഡ് സ്പിരിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇത് നിർമ്മിക്കുന്നത്. ഇതെല്ലാം എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ മെറ്റൽ പോളിഷ് ഉണ്ട്. മെറ്റൽ പോളിഷ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ്, സോപ്പ്, അമോണിയ, ബോയിലിംഗ് വാട്ടർ ആൻഡ് ബാത്ത് ബ്രിക്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ കോപ്പർ ക്ലീനർ ഉണ്ട്. അത് ഉണ്ടാക്കുന്നത് ഫൈൻ സാൻഡ്, ഫ്ലോർ, പിന്നെ സാൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ എക്സാമിന് അങ്ങനെ ചോദിക്കില്ല. ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, അതിന്റെ റെസിപ്പീസ് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്, എക്സ്പ്ലെയിൻ ജനറൽ പ്രൊസീജിയർ ഫോർ ഡെയിലി ക്ലീനിങ്. ദിവസേനയുള്ള ക്ലീനിങ്ങിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ആദ്യമായിട്ട് മുറിയുടെ ജനാലകളെല്ലാം തുറന്നിടുകയും ശുദ്ധവായു അകത്ത് കടക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യുക. ഇത് ചെയ്യുന്ന പ്രക്രിയയല്ലേ. 2 മുറിയിലെ ഡസ്റ്റ്ബിന്, അഷ്ട്രേ മുതലായ വൃത്തിയാക്കുകയും ചായക്കപ്പ് പോലുള്ള മുറിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒഴിവാക്കുകയും ചെയ്യുക അല്ലെ. അത് പിന്നെ തറ അടിച്ചു വാരുക, പിന്നെ മുറിയിലെ ഫർണിച്ചറുകളെല്ലാം പൊടി തട്ടുക, പിന്നെ കാർപ്പറ്റ് വൃത്തിയാക്കുക, എല്ലാ സ്ഥലവും തുണി നനച്ച് തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മേശൂരി, ബെഡ്ഷീറ്റ്, ബാത്റൂം ടവൽ മുതലായവ മാറ്റി വിരിക്കുക. മുറിയിലെ എല്ലാം നമുക്ക് തൃപ്തി വരുന്ന രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അടുക്കളയും എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം മാറ്റുക. ഗ്യാസ് സ്റ്റവ്, മറ്റു ഉപകരണങ്ങൾ എന്നിവ എന്ത് ചെയ്യുക, തുടച്ച് വൃത്തിയാക്കി വെക്കുക. പാത്രം കഴുകി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. തറ അടിച്ചു വരിക, ഡസ്റ്റ്ബിൻ കഴുകി വൃത്തിയാക്കി, പേപ്പർ ബാഗ് ഇട്ട് വെക്കുക, അണുനാശിനി ഉപയോഗിച്ച് അടുക്കള കഴുകി വൃത്തിയാക്കുക അല്ലെ. പിന്നെ അടുത്തൊരു ചോദ്യം എന്താണ്, എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രൊസീജിയർ ഫോർ വീക്ക്ലി ക്ലീനിങ്. വീക്ക്ലി ക്ലീനിങ്ങിന് ആഴ്ചയിൽ ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തന്നെ അടുക്കളയിലെ ഷെൽഫുകൾ അങ്ങനെയുള്ള ഇത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല, ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓർത്ത് വെച്ച് നമുക്ക് എഴുതാവുന്ന കാര്യങ്ങൾ, ടൈൽസ്, കബോർഡിന്റെ വാതിലുകൾ, ന്യൂസ് പേപ്പർ മാറ്റ്, ടിന്നുകളും വീപ്പുകളും അങ്ങനെയുള്ള സാധനങ്ങൾ, ഷെൽഫ് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ്, ആഴ്ചയിൽ നമ്മൾ വീക്കെൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ക്ലീനിങ് ആണ്. പിന്നെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രൊസീജിയർ ഫോർ സ്പെയിങ് ക്ലീനിങ്. ആനുവൽ ക്ലീനിങ്, ഒരു വർഷം കൂടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, വർഷം തോറും ക്ലീനിങ്ങിനെ കുറിച്ച് അല്ലെ. ഒരു വർഷത്തിൽ ചെയ്യുന്ന ക്ലീനിങ് വായുസഞ്ചാരം ഉറപ്പുവരുത്താനായിട്ട് ചെയ്യാം. കർട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ തുണികളും മുറിയിൽ നിന്നും മാറ്റാം. മുറിയിലെ ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളും മാറ്റി തുടച്ചു വെക്കാം. മുടി അടിച്ചു വാരുക, എന്തെങ്കിലും മെയിൻ്റനൻസ് ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പോളിഷ് ചെയ്യേണ്ടവയെല്ലാം പോളിഷ് ചെയ്യുക. കാർപ്പറ്റ് വൃത്തിയായി വെയിൽ കൊള്ളിക്കുക. ഫർണിച്ചറുകളുടെ സ്ഥാനം ഒന്നുകൂടെ പുനഃക്രമീകരിക്കുക. നമുക്ക് ഒരു വർഷത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, എന്നും ചെയ്യുന്ന കാര്യമല്ല. പിന്നെ അടുക്കളയിൽ ചെയ്യേണ്ടത്, അടുക്കള കാലിയാക്കുക, സാധനങ്ങൾ അടുക്കള സാധനങ്ങൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് ഉണക്കിയെടുക്കുക. ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമല്ല, വർഷത്തിൽ ഒന്ന് ചെയ്യുന്ന കാര്യമാണ്. ചുക്കുലി വല തുടക്കി, ഇലക്ട്രിക് ഉപകരണങ്ങൾ വൃത്തിയാക്കുക, ടൈൽസ് വൃത്തിയാക്കുക, അങ്ങനെയുള്ളത് കാര്യങ്ങൾ. കീടനാശിനി എല്ലാ കോണുകളിലും ഉപയോഗിച്ചുകൊണ്ട് അടുക്കള വൃത്തിയാക്കി എടുക്കുക. കിച്ചൺ കബോർഡുകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക.
പിന്നെ കറകളെല്ലാം വൃത്തിയാക്കുക, അയഞ്ഞ ആണികൾ ഉണ്ടെങ്കിൽ മുറുക്കി വെക്കുക, ടിന്നുകൾ പേരെഴുതി വെക്കുക, തറ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏതാണ് ഹൗ മെനി ടൈപ്പ് ഇൻ ക്ലീനിങ്, വാട്ട് ആർ ദേ? ക്ലീനിങ്ങിനെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന്, ദിവസം ചെയ്യുന്ന ക്ലീനിങ് ഉണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നുണ്ട്, ഒരു വർഷം കൂടി ചെയ്യുന്ന ക്ലീനിങ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പാണ് ക്ലീനിങ് ഉള്ള. പഠിച്ചുകൂല, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. 7, 8, 9 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആധാരം. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എത്ര ടൈപ്പ് ക്ലീനിങ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന് ഡെയിലി ചെയ്യുന്നുണ്ട്, പിന്നെ ആഴ്ചയിൽ ചെയ്യുന്നുണ്ട്, അടുത്ത ഏതാണ് ഒരു വർഷത്തില് ചെയ്യുന്ന ക്ലീനിങ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ക്ലീനിങ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഏതൊക്കെയാണ്? മെയിൻ്റനൻസ് ഓഫ് പ്രെമിസസ്, പരിസര പരിപാലനത്തെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രതലം എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞ ഭിത്തി, അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങൾ, വസ്തുക്കൾ, അത് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മൾ ഒരു പെയിന്റ് ചെയ്തിട്ടുള്ള ഭിത്തി നമ്മൾ എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കിയും പരിപാലിച്ചും കൊണ്ടുപോകുന്നതെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ നമുക്കറിയാലോ, അതിനകത്ത് ഭിത്തിയിലെ പൊടിയും ചിലന്തുവലയൊക്കെ എന്ത് ചെയ്യാം, സ്ഥിരമായി തൂത്ത് വൃത്തിയാക്കാം. സോപ്പ് വെള്ളമോ സ്പോഞ്ചോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, തുണിയിൽ മുക്കി തുടച്ച് എടുക്കാം, വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഭിത്തിയിലെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനകത്ത് പെയിന്റ് ഇളകി പോകുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ച്, അല്ലെ ക്ലീനർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വീണ്ടും പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്യുക, അല്ലെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കട്ടി കൂടിയ ബ്രഷ്, സ്ക്രബ്ബറുകൾ, ചൂല് തുടങ്ങിയവ കട്ടി കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കൽ പെയിന്റ് ഇളകി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ശക്തിയേറിയ രാസവസ്തുക്കൾ, ആസിഡുകൾ, കടുപ്പം കൂടിയ ലോഷനുകൾ എന്നിവ ഉപയോഗിച്ചാൽ പെയിന്റിന്റെ നിറം മങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഭിത്തിയിലെ പെയിന്റില് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെയോ വാൾപേപ്പർ ഒട്ടിച്ച ഭിത്തി വൃത്തിയാക്കുന്നതും പരിപാലിക്കുന്നതും എങ്ങനെയാണ്? വാൾപേപ്പർ ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ, വാൾപേപ്പർ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാം. കളറുകൾ മുതലായവ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച്, മൃദുവായ തുണി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തുടച്ച് വൃത്തിയാക്കാം. വാൾപേപ്പർ കഴുകുന്നതാണെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തുടച്ചെടുക്കാം. വാൾപേപ്പറിൽ ഗ്രീസ് പറ്റിയിട്ടുണ്ടെങ്കിൽ ടാൽക്കം പൗഡർ, ഫുള്ളോസ്, എർത്ത് ബ്രാൻഡ് മുതലായ ഗ്രീസിനെ കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കളയാം. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. പിന്നെ വാൾപേപ്പറിൽ പോറൽ വരാതെ ശ്രദ്ധിക്കണം. എപ്പോഴും വാൾപേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്, പോറൽ വരരുത്. പോറൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് പിന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ടൈൽസ് ഇട്ടിരിക്കുന്ന തറ വൃത്തിയാക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളമോ സോപ്പോ ഉപയോഗിച്ച് സ്ഥിരമായി കഴുകി വൃത്തിയാക്കാം. പിന്നെയോ കറകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളവും സോപ്പും ചേർത്ത് കഴുകി വാട്ടർ സ്റ്റാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടച്ചെടുക്കാം. കടുത്ത കറകളാണെങ്കിൽ എന്താണ്, ക്ലീനിങ്ങിന് വേണ്ടി ലഭിക്കുന്ന പ്രത്യേക ലോഷനുകൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കടുപ്പം കൂടിയ ആസിഡുകൾ നമ്മൾ ടൈലിൽ ഉപയോഗിക്കാൻ പാടില്ല. കടുപ്പം കുറഞ്ഞ ആസിഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം. പിന്നെ മാർബിള്, ഗ്രാനൈറ്റ്, മൊസൈക്ക്, സിമെന്റ് തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച് തറ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തറ കഴുകി വൃത്തിയാക്കാം. മണ്ണെണ്ണ, അറക്കപ്പൊടി മുതലായവ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാവുന്നതുമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മണ്ണെണ്ണ, അറക്കപ്പൊടിയൊക്കെ ഉപയോഗിച്ച്, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. പിന്നെ അടുത്തത്, നാരങ്ങാനീര് ചേർത്ത വെള്ളം ഉപയോഗിച്ച് മാർബിൾ വൃത്തിയാക്കാവുന്നതാണ്. പിന്നെ ഏതാണ് ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെയാണ്? തറകളുടെ സൈഡും മൂലയും ഒക്കെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെ. കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫ്ലോർ കവറിങ്, തറയും ഭിത്തിയും വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്താണ്, തറയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ്, മറ്റ് ചവിട്ടികൾ മുതലായവയൊക്കെ വൃത്തിയാക്കുന്നത്. പിന്നെ ഏതാണ്, കാർപ്പറ്റ് വൃത്തിയാക്കുന്നത് എങ്ങനെയെന്നോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. കാർപ്പറ്റ് എന്ത് ചെയ്യാൻ സ്ഥിരമായിട്ട് വൃത്തിയാക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും കാർപ്പറ്റുകൾ തിരിച്ച് പൊടി തട്ടി കളഞ്ഞെടുക്കേണ്ടതാണ്. പിന്നെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ഇടയ്ക്കിടെ പൊടി മാറ്റേണ്ടതാണ്. അഴുക്ക് പുരണ്ട കാർപ്പറ്റുകൾ സോപ്പ് പത ഉപയോഗിച്ച് സ്പോഞ്ച് കൊണ്ട് നന്നായി തുടച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ചുരുട്ടി വയ്ക്കുന്ന കാർപ്പറ്റിൽ പാറ്റ ഗുളിക ഇട്ടാൽ പാറ്റയുടെ ശല്യം ഉണ്ടാകാതിരിക്കും, അല്ലെ. ഇടയ്ക്കിടെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വെയിലത്ത് ഇടാവുള്ളൂ. കാർപ്പറ്റുകൾ എപ്പോഴും കൊണ്ടുപോയി വെയിലത്തിടരുത്. പിന്നെ ആ കാർപ്പറ്റുകൾ നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ ചുരുട്ടി വെക്കാവുള്ളൂ.
പിന്നെ വിനയില്, ലിനോയിയം തുടങ്ങിയവ എങ്ങനെയാണ് ലിനോയിയം തുടങ്ങിയവ എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത്? നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്ക് തുടച്ചെടുക്കാം. കറ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കടുപ്പം കുറഞ്ഞ ലോഷനോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വൃത്തിയാക്കി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ചകിരി ഉപയോഗിച്ച് കയർ മാറ്റുകൾ വൃത്തിയാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്താ നമുക്ക് ചൂലോ ബ്രഷോ ഒക്കെ ഉപയോഗിച്ച് വെള്ളത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴുകിയെടുക്കാൻ പറ്റും. ഡോർ മാറ്റുകള്, ചവിട്ടികളെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വൃത്തിയാക്കുന്നത് അല്ലെ? ചവിട്ടി മറിച്ചിട്ട് കമ്പ് കൊണ്ട് തട്ടി പൊടി കളഞ്ഞ് എടുക്കാൻ പറ്റും. സോപ്പ് വെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സാധാരണ തറയൊക്കെ എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കുന്നത് അല്ലെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചൂടുവെള്ളം ഉപയോഗിച്ച്, ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? തറ കഴുകിയെടുക്കാം അല്ലെ? കുറച്ച് എണ്ണമയവും മെഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ എളുപ്പമുണ്ട്. പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അത് ഇച്ചിരി കട്ടി കൂടിയ ഏതെങ്കിലും വസ്തു ഉപയോഗിച്ച് ചിരണ്ടി കളയാം. പിന്നെ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കട്ടി കൂടിയ ബ്രഷുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വെള്ളത്തിൽ മുക്കിയിടരുത്. കൂടുതൽ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകരുത്. കടുപ്പം കൂടിയ ലോഷനുകളും മറ്റും ഉപയോഗിച്ച് കഴുകരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കാം. വീര്യം കുറഞ്ഞ ഡിറ്റർജന്റുകൾ ഉപയോഗിക്കാം. ബ്രഷുകൾ ഏറ്റവും മൃദുവായിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ക്ലീൻ ചെയ്യാനായിട്ട്. അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും. പിന്നെ പോളിഷ് ചെയ്തിട്ടുള്ള തടികൾ, നമ്മുടെ കട്ടിലുകള്, ഫർണിച്ചറുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്നതെന്നാണ്. മൃദുവായ തുണി ഉപയോഗിച്ച് പൊടി തട്ടിക്കളയാം. പിന്നെയോ കറകളോ പാടുകളോ ഉണ്ടെങ്കിൽ പിന്നെയോ ടർപ്പൈൻഡർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാം അല്ലെ? കറകൾ ടർപ്പൈൻ അറിയാലോ, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ എന്താണ്? മൃദുവായിട്ടുള്ള തുണി ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എപ്പോഴും പറയുന്നുണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇന്നതൊക്കെ ശ്രദ്ധിക്കണം. എന്താണ്? വെള്ളം വീഴാതെ സൂക്ഷിക്കണം. എപ്പോഴും മൃദുവായ തുണി ഉപയോഗിച്ച് പൊടി നമുക്ക് തട്ടിക്കളയാം. പിന്നെ കറകളോ പാടുകളോ ഉണ്ടെങ്കിൽ ഏതാണ്? ടർപ്പൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും വെള്ളം വീഴാതെ സൂക്ഷിക്കണം. വെള്ളം വീണാൽ എന്ത് ചെയ്യണം? ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് തുടച്ച് കളയണം. അല്ലെങ്കിൽ ഈ തടിയിലേക്ക് എന്ത് ചെയ്യും? പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പെയിന്റ് ചെയ്ത തടി ഉപകരണങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ? എപ്പോഴും എന്താണ്? വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കഴുകി ഒരുപാട് വെള്ളം കോരി ഒഴിക്കുന്നില്ല, കഴുകി നമുക്ക് എന്ത് ചെയ്യാം? തുണി കൊണ്ട് തുടച്ചെടുക്കാം. സമയങ്ങളിൽ പെയിന്റ് അടിച്ച് സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഒരു കാരണവശാലും സോപ്പിന്റെ അംശം അതിൻ്റെ അകത്ത് ഇരിക്കാൻ പാടില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ അത് കേടായി പോകും. ലാമിനേറ്റ് ചെയ്തതോ മൈക്ക ഒട്ടിച്ചതോ ആയ പ്രതലം വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാ? നമുക്ക് ടേബിളുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ അല്ലെ? അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? തുടച്ചെടുക്കാം. നേർപ്പിച്ച സോപ്പ് വെള്ളം ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കഴുകിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പോറൽ വീഴാതെ സൂക്ഷിക്കണം. നനയാതെ സൂക്ഷിക്കണം. നനഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ലോഹങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇപ്പൊ ചെമ്പ്, ഓട് തുടങ്ങിയ പാത്രങ്ങളൊക്കെ നമുക്ക് എന്താണ്? ബ്രാസ് ആൻഡ് കോപ്പർ തുടങ്ങിയവ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, പാത്രങ്ങളും ഒക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താണ്? സോപ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം. പിന്നെ എന്താണ്? ഉപ്പും നാരങ്ങ നീരും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കഴുകിയെടുക്കാം. പിന്നെ അതാണ് വിനാഗിരി, പുളി തുടങ്ങിയവ ഉപയോഗിച്ചിട്ട് കഴുകിയാൽ പാത്രങ്ങളിലുള്ള ക്ലാവ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകാം. പിന്നെ ബ്രാസോ പോലുള്ള വസ്തുക്കളോ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷനോ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഏതാണ്? ബ്രാസ് ആൻഡ് കോപ്പർ, ഓട്, ചെമ്പ് പാത്രങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കി എടുക്കുന്നത്. പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ ബ്രാസോ പോലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചൊരിക്കലും വൃത്തിയാക്കി എടുക്കരുത്. നമുക്ക് വീട്ടിലുള്ള വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഉപയോഗിച്ച് ഇതൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കാം. പിന്നെ വെള്ളി പൂശിയ പാത്രങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഉപയോഗിച്ചാൽ ഉടൻ സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കഴുകിയെടുക്കാം. കളർ മങ്ങാതിരിക്കാൻ ടിഷ്യൂ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം? പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കാം. മൃദുവായ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടെ പോളിഷ് ചെയ്ത് സൂക്ഷിക്കാം. ഒരിക്കലും എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് വീര്യം കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ക്ലീൻ ചെയ്യരുത്. എപ്പോഴും ഓർത്ത് വെക്കണം. എപ്പോഴാണെങ്കിലും ഏത് വസ്തുക്കളാണെങ്കിലും വീര്യം കൂടിയ വസ്തുക്കളാണെങ്കിൽ അതെന്ത് ചെയ്യണം? പെട്ടെന്ന് ഫെയ്ഡായി പോകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റീൽ പാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കരിയുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമുക്കത് മിനുക്കിയെടുക്കാൻ പറ്റും.
അല്ലെ? അപ്പൊ നമുക്ക് ഒരുപാട് കറ പിടിച്ച പാത്രങ്ങളാണ് കെമിക്കലുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ചില ഈ ചെറിയ ചെറിയ റീലുകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ചില സ്ഥലങ്ങളിൽ പാത്രങ്ങൾ വൃത്തിയാക്കി എടുക്കുന്ന കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഒരു ലായനിയിലേക്ക് മുക്കി വെച്ചിട്ട് പൊക്കി എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അകത്തെ കരിയെല്ലാം പോയി അല്ലെ? നമ്മള് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് അത് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ലായനിയാണ്. അതിന്റെ അകത്ത് മുക്കി വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് ഈ കരിയും ചെളിയും പിടിച്ചിരിക്കുന്നത് അല്ലെ? വിറകടുപ്പിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഈ കരി പിടിച്ചിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കരി നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലാസ് പ്രതലങ്ങളും പാത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഇപ്പൊ വെള്ളവും പത്രക്കടലാസും ഒക്കെ ചേർത്ത് തേച്ച് അല്ലെ കടലാസിന്റെ കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഗ്ലാസുകള് ഒക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഒരിക്കലും കട്ടിയുള്ള സ്ക്രബറുകൾ ഉപയോഗിച്ച ഗ്ലാസ്സിൽ എന്ത് ചെയ്യുന്നു? പോറലുകൾ ഉണ്ടാകുന്നു. ചൂരിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മള് അങ്ങനെയുള്ള ഫർണിച്ചറുകൾ ഉണ്ടല്ലോ, ചൂരിൽ കൊണ്ട് കെട്ടിയ കസേരകൾ, അങ്ങനെയുള്ള ഫർണിച്ചറുകൾ സ്ഥിരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പൊടി തട്ടി വെക്കാം. ബ്രഷോ മറ്റോ ഉപയോഗിച്ച് മൂട്ടയോ എട്ടുകാലികളോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് കളയാം. പിന്നെയോ ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. വാർണിഷ് ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് വെക്കാം. ഒരിക്കലും നനയാൻ ഇടയാവരുത് എന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൂടുതൽ കറയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മണ്ണെണ്ണ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വൃത്തിയാക്കി എടുക്കാൻ. ക്ലോറിൻ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രത്തില് ഉപയോഗിക്കരുത്. കടുപ്പം കൂടിയ മിനുക്ക് പദാർത്ഥങ്ങളൊക്കെ ഒന്നും ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രത്തില് ഉപയോഗിക്കരുത്. പിന്നെ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോയതല്ലേ അത്? വൈദ്യുത ഉപകരണങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയായിരുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചില ചാപ്റ്ററുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നും കൂടെ വൈദ്യുത ഉപകരണങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? ഇലക്ട്രിക്കൽ റിപ്പയറേഴ്സിന് നമ്മൾ എന്താണ് റബ്ബർ ചെരുപ്പുകൾ ഉപയോഗിക്കുക. എപ്പോഴും വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബർ ചെരുപ്പുകൾ ഉപയോഗിക്കണം. കൈകളിൽ നനവുണ്ടാവരുത്. പിന്നെ ഉണങ്ങിയ തടി കഷ്ണത്തിൽ നിന്നുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ച് ഇത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാവുള്ളൂ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങൾ നന്നാക്കാൻ തുടങ്ങും മുമ്പേ സ്വിച്ച് ബോർഡിൽ നിന്ന് പ്ലഗ് ഊരി മാറ്റി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെന്ന് ഉറപ്പുവരുത്തുക. പഴയതും പൊടിഞ്ഞതുമായ വയറുകൾ എന്ത് ചെയ്യണം? മാറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എർത്തടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും എർത്ത് കണക്ഷൻ ഉണ്ടായിരിക്കണം. 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. പിന്നെയോ ഇലക്ട്രിക് ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് അത് ഇങ്ങനെ ചെയ്യാതിരുത്, അവിടെ തുടരുത്, ഇങ്ങനെ തുടരുതെന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു കൊടുക്കുക ഒരു ആവശ്യഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെ? ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയോ വീടിനുള്ളിൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യങ്ങൾ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എന്താണ്? എങ്ങനെയാണത് റിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരോട് കൊടുക്കുക അല്ലെ? ഇപ്പൊ എന്തെങ്കിലും കത്തുന്നത് കണ്ടു, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്ലഗിൽ നിന്ന് എന്ത് ചെയ്യുക? വയർ ഊരി വെക്കാനുള്ള അതൊക്കെ എന്ത് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാം. പ്ലഗിൽ പോയി നേരിട്ട് കൈ പിടിക്കരുത്, അങ്ങനെയുള്ള നനവുള്ള കൈ കൊണ്ട് പിടിക്കരുത്, ചെരുപ്പ് ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെന്ത് ചെയ്യുന്നു? ശീലിപ്പിച്ചെടുക്കണം അല്ലെ? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക? സ്വയം റിപ്പയറിങ് നടത്തരുത്. വൈദ്യുതി ഉപകരണങ്ങൾ ഒരു കാരണവശാലും സ്വയം റിപ്പയറിങ് ചെയ്യരുത്. നമുക്കറിയാമെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാത്ത കാര്യത്തിന് നമ്മുടെ സ്വന്തം അറിവ് പരീക്ഷിക്കാൻ പോയി എന്ത് സംഭവിക്കും? ചിലപ്പോൾ അതിന്റെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഉപയോഗമില്ലാത്ത സോക്കറ്റുകൾ പ്ലഗ് വെച്ചോ ടേപ്പ് വെച്ചോ നമ്മൾ എന്ത് ചെയ്യണം? അടച്ചു വെക്കുക അല്ലെ? ചില ഉപയോഗമില്ലാത്ത സോക്കറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ടേപ്പ് വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടച്ചു വെക്കുക. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പോയി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വയറുകൾ ചൂടുള്ള ഭാഗങ്ങളിൽ തട്ടാതെ നോക്കണം. പരിചയസമ്പന്നരായ ഇലക്ട്രീഷ്യനെ കൊണ്ടേ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യിപ്പിക്കാവുള്ളൂ. ISI മുദ്രയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ മാത്രം എന്ത് ചെയ്യുക? വാങ്ങിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെയുള്ള റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഫ്യൂസ് എന്നാൽ എന്ത്? അതൊന്ന് ടിക്ക് ചെയ്തേ. ഇലക്ട്രിക്കൽ ഫ്യൂസിന്റെ പ്രത്യേകത വൈദ്യുതിയുടെ അമിത പ്രവാഹം നിയന്ത്രിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂസ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ ഫ്യൂസുകൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും
വെച്ച് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ ആ കറണ്ട് കണക്ഷൻ തരുന്നതിന്റെ അവിടെ ഉണ്ട്. അപ്പൊ ഇപ്പുറത്ത് അല്ലെ, അതിന്റെ നേരെ ഇപ്പുറത്തും അതിന്റെ ഇത് ഉണ്ട്. പിന്നെ ഫ്യൂസിന്റെ ഫേസിലും ന്യൂട്രലിലും തമ്മിൽ നേരിയ നൂൽക്കമ്പി കൊണ്ട് എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. അമിതമായ വൈദ്യുതി പ്രവാഹമോ ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ കത്തി പോവുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കൂടുതൽ കറണ്ട് വന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളുടെ തകരാറ് മൂലം ഒക്കെ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മുടെ മോട്ടറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ എന്തൊക്കെ അതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും അത് കുത്തുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്യൂസ് അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ തന്നെ ശ്രദ്ധിക്കുക, ഇതിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അല്ലെ. ഇലക്ട്രിക്കൽ ഫ്യൂസ് കത്തിപ്പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആദ്യമായി മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക? ഓഫ് ചെയ്ത് വെക്കുക. ഏത് ഇലക്ട്രിക്കൽ ഉപകരണമാണ് തകരാറുള്ളത് അത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ പ്ലഗിൽ നിന്ന് ഊരി മാറ്റുകയോ ചെയ്യുക. പിന്നെ ഫ്യൂസിലെ കത്തിപ്പോയ നൂൽക്കമ്പിയുടെ ഭാഗങ്ങൾ മാറ്റുക. പുതിയ നൂൽക്കമ്പി ഉപയോഗിച്ച് ഫ്യൂസിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ഫേസ് ആൻഡ് ന്യൂട്രൽ ബന്ധിപ്പിക്കുക. ഫ്യൂസ് അതിന്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്യുക. അല്ലെ, നമുക്ക് അറിയാമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മള് ഒരുപാട് ഈ ചെറിയ അറിവ് കൊണ്ട് പോയി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പരീക്ഷിക്കാൻ പോരുത്. നമുക്കറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അറിയുന്ന ആരെങ്കിലും വിളിച്ചേച്ച് മാത്രം ചെയ്യുക. സമയം പൊക്കോട്ടെ, അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമുക്കറിയില്ലെങ്കിൽ ഈ വൈദ്യുത ഉപകരണങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പോയി തലയിടാനേ പോരുത്. നമുക്കറിയില്ലെങ്കിൽ മാറി നിൽക്കുക. അറിയാവുന്നവര് ചെയ്തു തരും കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പിന്നെ 3 പിൻ പ്ലഗ് എന്നാൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. 5 ആംപിയർ ഉള്ളതോ 15 ആംപിയർ ഉള്ളതോ ആയ 3 പിൻ പ്ലഗുകൾ ഉണ്ട്. ഇതിന് 3 വയറുകൾ ഉണ്ടാവും. പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എർത്തിങ് ആണ്. എന്നിവ സാധാരണമായി പച്ച വയർ എർത്തിങ്ങിനും ചുവപ്പ് വയർ പോസിറ്റീവിനും പിന്നെയോ മഞ്ഞയോ മറ്റോ ഏതെങ്കിലും കളറോ ഏതാണ് നെഗറ്റീവിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഓർത്ത് വെച്ച് നമ്മുടെ 3 പിൻ പ്ലഗിന്റെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ട അതെങ്ങനെയാണ് അതിന്റെ കണക്ഷൻ കൊടുക്കുന്നതെന്ന്. 3 വയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എർത്തിങ് ആണ്. അപ്പൊ ഒന്ന് പച്ച വയർ ഏതാണ്? പച്ച വയർ നമ്മൾ പറഞ്ഞായിരുന്നു എർത്തിങ്ങിന് ഉപയോഗിക്കുന്നു. ചുവപ്പ് വയർ എന്ന് പറഞ്ഞ ഏതാണ്? എപ്പോഴും പോസിറ്റീവ് ആണ്. മഞ്ഞയോ മറ്റേതെങ്കിലും കളർ ഉപയോഗിക്കുന്ന ഏതിനു വേണ്ടിയിട്ടാണ്? നെഗറ്റീവിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. 3 പിൻ പ്ലഗുകൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലഗിന് നടുവിലുള്ള മെയിൻ സ്ക്രൂ അഴിക്കുക. പിന്നീട് 3 വയറുകളും ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറിയ സ്ക്രൂകൾ അഴിച്ചു മാറ്റുക. ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കുക. ഫാൻ ഉപയോഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ, എല്ലാ വീടുകളിലും ഇലക്ട്രിക് ഉപകരണമാണ് ഫാൻ. അപ്പൊ ഫാൻ ഉപയോഗിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ, ഫാൻ നിന്ന് പോവുകയാണ്, ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത് തടി കഷ്ണമോ മറ്റോ ഉപയോഗിച്ച് ഫാനിന്റെ ലീഫിൽ തട്ടി കറക്കാൻ ശ്രമിക്കുക. ഫാൻ കറങ്ങാൻ തുടങ്ങിയാൽ സ്വിച്ച് ഓൺ ആക്കുക. അപ്പോൾ ഫാൻ കറങ്ങാൻ തുടങ്ങിയ കപ്പാസിറ്ററിന്റെ കുഴപ്പമാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഫാനിന്റെ ഒരുപാട് സൗണ്ട്, ഫാൻ കറങ്ങുമ്പോൾ കൂടുതലായി ശബ്ദമുണ്ടെങ്കിൽ ഫാനിന്റെ ബെയറിംഗ് പോയതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാം. ബെയറിംഗ് മാറ്റിയാൽ ഫാൻ പഴയതുപോലെ എന്ത് ചെയ്യുന്നു? കറങ്ങാൻ തുടങ്ങുന്നു. സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ജലവിതരണത്തിന്റെ ടാപ്പ് തകരാറിലായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങള്. അപ്പൊ നമ്മള് കുടിക്കാനുള്ള നമ്മുടെ വീട്ടിലൊക്കെ ജലവിതരണത്തിലുള്ള പ്രധാന ടാപ്പിലേക്ക് ലീക്ക് ഉണ്ടാവുകയോ ചെയ്യുകയാണ്. ലീക്കുള്ള ഭാഗം എന്ത് ചെയ്യുക? തുണിയോ മറ്റോ ഉപയോഗിച്ച് കെട്ടിവെക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യം. ലീക്ക് മാറ്റാൻ താഴെ പറയുന്ന കുറെ കാര്യങ്ങൾ കൂടി ചെയ്യുക. ജലസേചനത്തിന്റെ അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പിന്റെ മെയിൻ പൈപ്പ് എന്ത് ചെയ്യുക? അടച്ചു വെക്കുക. അപ്പൊ വെള്ളം പോകാതിരിക്കും. ടാപ്പിന്റെ മുകൾ ഭാഗത്ത് സ്ക്രൂ അഴിക്കുക. ടാപ്പിലെ ഹെഡ് ഗിയർ അഴിക്കുക. അതിന് സ്പാൻഡർ ഉപയോഗിക്കുക. ഹെഡ് ഗിയർ അഴിച്ചതിന് ശേഷം വാഷർ മാറ്റുക. പുതിയ വാഷർ പഴയതുപോലെ ഒരു ഹെഡ് ഗിയർ വീണ്ടും സ്ഥാപിക്കുക. നമ്മളെ വീട്ടിൽ ചെയ്യുന്ന പൈപ്പൊക്കെ മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തനം അല്ലെ, ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം വരുന്ന പൈപ്പിന്റെ അറ്റത്ത് ഒരു വാൽവ് ഉണ്ടായിരിക്കും. ഈ വാൽവിന്റെ മറ്റേ അറ്റത്ത് ഒരു ബോൾ പിടിപ്പിച്ചിരിക്കും. വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന ബോൾ ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പൊങ്ങി വരികയും മറ്റു സൈഡിലുള്ള വാൽവ് ടാങ്കിലേക്ക് വെള്ളം വരുന്ന പൈപ്പിന്റെയും അറ്റം അടയ്ക്കുകയും ചെയ്യുന്നു. അതോടെ ഫ്ലാഷ് ടാങ്കിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് നിലയ്ക്കുന്നു. ടാങ്കിലെ ചെറിയ നോബ് തിരിച്ച് വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിക്കാൻ ടാങ്കിലെ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ബോൾ താഴ്ന്നു വരികയും വീണ്ടും ടാങ്കിലേക്ക് വെള്ളം വരികയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഫ്ലഷ് ടാങ്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന നമുക്കറിയാലോ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്. പിന്നെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 31ാമത്തെ ചാപ്റ്റർ ആണ്.
അസിറ്റീസ് അറ്റ് ഹോം. എന്താണ് വീടിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മോടി പിടിപ്പിക്കാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട് എങ്ങനെയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് എന്താണ് ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ. വയറിങ് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജലസേചനത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നമ്മുടെ വീടിന്റെ ഭംഗി കൂട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് അസിറ്റി അറ്റ് ഹോം. വീട് മോടി പിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? പുഷ്പങ്ങള് ഉപയോഗിച്ച് നമുക്ക് അലങ്കരിച്ചു വെക്കാം. ഫ്ലോർ ഡെക്കറേഷൻ കൊണ്ട് അല്ലെ, പല രീതിയിലുള്ള ഫ്ലോർ ഡെക്കറേഷൻ ഉണ്ട്. അറേഞ്ചിങ് അസസറീസ്, സാധനങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അല്ലെ, ഹോട്ടലുകളിലും കല്യാണ പാർട്ടികളിലും പുഷ്പാലങ്കാരം കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളെ പൂക്കൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോടി പിടിപ്പിച്ച് വെക്കാം. ബെഡ്റൂം, ലിവിംഗ് റൂം, ഓഫീസ്, കോൺഫറൻസ് റൂം തുടങ്ങിയ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പുഷ്പാലങ്കാരം ചെയ്യുന്നത്. പുഷ്പാലങ്കാരത്തിന്റെ പല തലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പിന്നെ ഫ്ലോർ ഡെക്കറേഷൻ ആണ് അടുത്തത്. പണ്ട് കാലത്തെ തറ ഭംഗിയാക്കുന്നതിന് വേണ്ടി പലതരം കളറുകളും പൂവിന്റെ ഇതളുകളും ഉപയോഗിച്ച് ഓരോ മാതൃക ആളുകൾ ഡിസൈൻ ചെയ്യുമായിരുന്നു അല്ലെ. പഴയ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയും മൈദാപ്പൊടിയും ഉപയോഗിച്ച് കോലം വരയ്ക്കാറുണ്ട്. പരമ്പരാഗതമായി ഈ രീതി സർവ്വസാധാരണമാണ്. അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോലം വരയ്ക്കുന്ന വീടിന് രാവിലെ എന്ത് ചെയ്യുന്നു, അല്ലെ, ബ്രാഹ്മിൻസ് കൂടുതലായിട്ട് അവര് ചെയ്യുന്നൊരു രാവിലെ എന്ത് ചെയ്യുന്നു, കുളിച്ച് വൃത്തിയായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങുന്നതിന്റെ അവിടെ എന്ത് ചെയ്യുന്നു, കോലം വരച്ച് ഇടുന്നു. പിന്നെ ആൽഫ ഓർ രംഗോലി എന്നറിയപ്പെടുന്നു. ഉത്സവകാലത്ത് സ്ത്രീകൾ മൃഗങ്ങളുടെയും മറ്റ് ആകൃതിയിലും ചിത്രങ്ങൾ വരയ്ക്കുന്നു. രംഗോലി വീടിന്റെ വാതിലിന്റെ മുമ്പിലോ വരാന്തയിലോ മുറ്റത്തോ ഒക്കെയാണ് വരയ്ക്കുന്നത്. ചോക്ക് വെച്ചും ചിത്രം വരയ്ക്കാറുണ്ട്. അതിനുള്ളിൽ പൂ വിതറുകയോ കളർ പൗഡർ നിറയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രംഗോലി നമ്മള് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് അറേഞ്ചിങ് അക്സസറീസ് ആണ്. ഭംഗിയുള്ള ചിത്രങ്ങളും മേശവിളക്ക്, കുഷ്യൻ, മറ്റ് അലങ്കാര വസ്തുക്കൾ മുതലായവ സംഘടിപ്പിച്ചാലും ചിന്തിച്ച് മുറി ഒരുക്കിയില്ലെങ്കിൽ വീട് എന്ത് ചെയ്യുന്നു, ഒരു ഭംഗിയില്ലാതെ സാധനങ്ങൾ ചെതറി കിടക്കുന്നതായും തോന്നും. അതുകൊണ്ട് മുറി ഒരുക്കി വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ഒരുപാട് ചിത്രങ്ങൾ, മേശ, വിളക്ക്, കുഷ്യനും മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒരു അറേഞ്ച് ചെയ്തെല്ലാം ഇട്ടിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഭംഗി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചതെന്നാണ് ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന്, വാട്ട് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് അവർ ഹോം വെൽ അറേഞ്ച്ഡ്. നമ്മുടെ വീട് ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മള് പഠിച്ച പാഠത്തിലെല്ലാം ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ വീട് വൃത്തിയുള്ളതും മനോഹരവും അടുക്കും ചിട്ടയോടും കൂടി അല്ലെ ഒരുക്കിയിട്ടുള്ളതായിരിക്കണം. കാരണം നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടും കഴിയാനാണ് നമ്മുടെ വീട് അല്ലെ. എപ്പോഴും നമുക്ക് സന്തോഷം തോന്നണം, നമുക്ക് സംതൃപ്തി തോന്നണം, സമാധാനം തോന്നണം. എല്ലാം വലിച്ചൂരിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ചിലപ്പം തോന്നത്തില്ല, ടെൻഷൻ ആയിരിക്കും അല്ലെ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? വാട്ട് പോയിന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ അറേഞ്ചിങ് അക്സസറീസ്. വീട്ടുപകരണങ്ങളും മറ്റു അലങ്കാര വസ്തുക്കളും ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീടിന്റെ ഭിത്തിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയിന്റിങ് ഉപയോഗിക്കാം. വലിയ ഭിത്തിക്ക് വലിയ പെയിന്റിങ് ഉപയോഗിക്കാം. വലിയ ഭിത്തിയിൽ ചെറിയ ചിത്രങ്ങൾ ഒരുമിച്ച് ചതുരാകൃതിയിലോ ആകൃതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുക്കാവുന്നതാണ്. പിന്നെ എന്താണ്, സ്പോട്ട് ലൈറ്റുകൾ ചിത്രത്തിലേക്ക് നേരിട്ട് പതിക്കുന്ന രീതിയിലാക്കാവുന്നതാണ്. ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് ഈ ചിത്രത്തിലേക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് കിട്ടും. പിന്നെയോ ചിത്രങ്ങൾ ഭിത്തിയിൽ നേരെ വെക്കാം. പിന്നെ മുറിയിലെ കളറുമായി യോജിക്കുന്ന തരത്തിലുള്ള ലൈറ്റുകൾ കൊടുക്കാം. പിന്നെ ഒരു മുറിയിൽ ഒരേ ഗ്രൂപ്പിലുള്ള സാധനങ്ങൾ, കട്ട്ഗ്ലാസ്, ബ്രാസ് പോലുള്ളവ, തടി, വൈറ്റ് മെറ്റൽ തുടങ്ങിയ അങ്ങനെ നമുക്കൊരു മുറിയിൽ ആ കളറിനനുസരിച്ച് അതിന്റെ തീമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുക്കി ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ചോദ്യം ആണ്, ലിസ്റ്റ് ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ്. പുഷ്പാലങ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട വിവിധ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, പുഷ്പാലങ്കാരത്തിന് വേണ്ടി നമ്മൾ പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് ഫ്ലവർ വെച്ചിട്ടാണ് നമ്മുടെ മുറി എന്താണ് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഒന്ന്, ഉദാഹരണമായിട്ട് ഫ്ലവർ വേസ് വേണം, പിൻ ഹോൾഡർ വേണം, ഒറിജിനൽ പൂക്കളും കൃത്രിമ പൂക്കളും, പല പച്ചയിലകൾ, തണ്ടുകൾ, ഒയാസിസ്, പൂക്കൾ കുത്തിവെക്കാനുള്ള സ്പോഞ്ച് പോലെയുള്ള വസ്തുവിനാണ് നമ്മൾ എന്താ പറയുക, ഒയാസിസ് എന്ന് പറയുക. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പൂക്കൾ വെക്കുന്നതിന് ബേസ് പല മെറ്റീരിയലും ഉണ്ട്. മുറിക്ക് ചേരുന്ന കളറിലുള്ള വേസ്റ്റ് പൂക്കൾ മുതലായവ നമുക്ക് എന്ത് ചെയ്യാം,
തിരഞ്ഞെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുഷ്പാലങ്കാരത്തിനായിട്ട് അല്ലെ ചെയ്യാനുള്ളത്. പിന്നെ ജലം ശേഖരിച്ചു വെക്കാൻ സ്പോഞ്ച് പോലെയുള്ള വസ്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജലം ശേഖരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതിനകത്ത് വെക്കുവാണെങ്കിൽ പൂക്കൾ വാടാതിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മരത്തിന്റെ വേരുകൾ വളഞ്ഞിരിക്കുന്ന ശിഖരത്തിൽ നിന്ന് ചുള്ളിക്കമ്പുകൾ എന്നിവയും എന്ത് ചെയ്യുന്നു, സ്വാഭാവികം നിലനിർത്താനായിട്ട് നല്ലതാണ് അല്ലെ. പൂക്കളും കൂടെ ഇലകളും വെച്ച് ബേസിലെ സ്ഥലം ഹിൽ ചെയ്യാവുന്നതാണ്. പടർന്നു വരുന്ന ചില ഇലകളും ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു ഒരു ടിപ്പാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്, വാട്ട് ആർ ദ ടിപ്സ് ഫോർ ദ ഫ്ലവർ അറേഞ്ച്മെന്റ്? പുഷ്പാലങ്കാരത്തിന്റെ എളുപ്പ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. പുഷ്പാലങ്കാരത്തിന് ഏത് ഷേപ്പ് വേണമെന്ന് അല്ലെ, ഏത് രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിക്കാം. ത്രികോണാകൃതിയിൽ വേണം, ചതുരാകൃതിയിൽ വേണം, ഓവൽ ഷേപ്പിൽ വേണം, എസ് ഷേപ്പിൽ വേണം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പുഷ്പങ്ങളെ അറേഞ്ച് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. ഒരേ നിറത്തിലുള്ള 5 പൂക്കൾ പല വലുപ്പത്തിൽ എടുക്കുക. പിന്നെയോ പല കളറിലുള്ള പൂക്കൾ നമുക്ക് ഉപയോഗിക്കാം. അതിരാവിലെ പൂക്കൾ വിരിയുന്നതിന് മുമ്പ് പറിച്ചെടുക്കുക, വെള്ളത്തിൽ വെച്ച് മുറിച്ചെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂക്കൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മുറിയൊക്കെ വൃത്തിയാക്കി വെക്കാം. അത് എന്താണ്, ഡെയിലി ഇങ്ങനെ ഈ പൂക്കൾ പറിച്ചുകൊണ്ട് വെക്കുന്നതിനോട് നമുക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. അല്ലാതെ നിൽക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മുടെ ചെടിയിൽ നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയുണ്ട്. നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയമൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം അല്ലെ. എപ്പോഴും നമുക്ക് എന്താണ്, നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പൂക്കളൊക്കെ പറിച്ചിട്ട് അല്ലെ, നമുക്ക് അത് ബുദ്ധിമുട്ടാണ് ആലോചിക്കുമ്പോ അല്ലെ. അങ്ങനെയുള്ള ടിപ്സ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്റെ ആവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ്. പുഷ്പാലങ്കാരത്തിനുള്ള വിവിധ രീതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഉള്ളൂ. ഇപ്പൊ എങ്ങനെയൊക്കെ ഹോൾഡറിലോ പൂക്കൾ വെക്കുന്നതിനോ ഓയാസിസിലോ ഉറപ്പിച്ച് പൂക്കൾ ചാടിപ്പോകാതിരിക്കും, ഭംഗി കിട്ടുന്നവരെ നമുക്ക് നേരെ പൂക്കൾ അറേഞ്ച് ചെയ്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പുഷ്പാലങ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? പുഷ്പാലങ്കാരത്തിന്റെ വലിപ്പം മുറിയിലെ മറ്റു വസ്തുക്കളുടെ വലിപ്പവുമായി ചേരുന്ന രീതിയിലായിരിക്കണം. പിന്നെ വലിയ പൂക്കൾ ചെറിയ ബേസിൽ ഒരിക്കലും ചേരുകയില്ല. ബേസിന്റെ നീളത്തേക്കാൾ 1.5 മടങ്ങ് നീളം പൂക്കളിന്റെ തണ്ടിന് ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കണേ പൂക്കളൊക്കെ അലങ്കരിച്ച് വെക്കുമ്പോൾ. പിന്നെ പൂക്കൾ മുകൾ ഭാഗത്തോ താഴെ ഭാഗത്തോ തിക്കി കൂട്ടി വെക്കരുത്. എല്ലാ സ്ഥലത്തും തുല്യമായി തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പൂക്കൾ ഒരുക്കി വെക്കാം. പിന്നെ മൊത്തത്തിൽ നോട്ടം കിട്ടുന്ന രീതിയിൽ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെക്കാം. വിടർന്ന പൂക്കൾ മുതൽ മുട്ടുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഭംഗിയായിട്ട് ഉറപ്പിച്ചു വെക്കാനായിട്ട് പറ്റും. തണ്ടുകളുടെ ചുവട് ഭാഗം അടുപ്പിച്ച് ഉറപ്പിച്ചു വെക്കാൻ പറ്റും. ഇതുമൂലം ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, തോന്നിപ്പിക്കും. പിന്നെ ബേസനേക്കാൾ പ്രാധാന്യം അതിലെ വസ്തുക്കളാണ്. ഓരോ ബേസനിലെ എല്ലാ ഭാഗവും ഒരേപോലെ ആകർഷണമല്ല. പിന്നെ അത് വലുതും നല്ല കളറുമുള്ളതുമായ പൂക്കളാണ് ആദ്യം നമ്മളെ കണ്ണിനെ ആകർഷിക്കുക അല്ലെ. അതുകൊണ്ട് പല കളറിലുള്ള പൂക്കൾ ഒരേ ബേസിനില് വെക്കില്ല. അപ്പൊ ഇങ്ങനെയാണ്, നല്ല കളറുള്ള പൂക്കളായിരിക്കും ആദ്യം നമ്മുടെ കണ്ണില് ഉടക്കുന്നത്. അപ്പൊ ബേസിനിലെ കമ്പുകൾക്കനുസരിച്ച് പൂക്കൾ വെക്കുക. പൂക്കൾ തമ്മിൽ എന്ത് ചെയ്യുക, കുറച്ച് അകലം കൊടുക്കാം. പൂക്കളും ഇലകളും ബേസിനും എല്ലാം പരസ്പരം എങ്ങനെയായിരിക്കണം, ചേർന്ന രീതിയിൽ ആയിരിക്കണം. പിന്നെ അടുത്തൊരു ചോദ്യം എന്താണ്, വാട്ട് ഈസ് അൽപ്പാന അല്ലെങ്കിൽ രംഗോലി എന്ന് പറഞ്ഞാല് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പരമ്പരാഗതമായ ഒരു ഫ്ലോർ ഡെക്കറേഷൻ ആണ്. പൂക്കൾ ഉപയോഗിച്ചോ കളറുള്ള പൊടികൾ ഉപയോഗിച്ചോ തറയിൽ ഡെക്കറേഷൻ നടത്തുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, രംഗോലി അല്ലെങ്കിൽ അൽപ്പാന എന്ന് പറയുന്നത്. ആ പേര് ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ, 1 വേർഡ് ആണത്. പിന്നെ നമ്മളോട് അത് തന്നെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ പോയിന്റ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ മേക്കിംഗ് രംഗോലി ആൻഡ് അൽപ്പാന. അൽപ്പാനയും രംഗോലിയും ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ്, ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും ചേരുന്ന ഡിസൈൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഡിസൈൻ 2 വരയിട്ട് വരയ്ക്കുക. കളറോ മറ്റു സാധനങ്ങളോ ഇതിലിട്ട് നിറയ്ക്കാവുന്നതാണ്. പിന്നെയോ ഓരോ കളറിന് ശേഷവും കോൺട്രാസ്റ്റിംഗ് കളർ ഉപയോഗിക്കാം. ഫില്ല് ചെയ്യുമ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ ഔട്ട്ലൈൻ ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഡിസൈൻ എടുത്തു കാണിക്കുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കോൺട്രാസ്റ്റ് കളറായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാം അല്ലെ. എങ്ങനെയൊക്കെയാണ് ഒരു കോലം വരയ്ക്കുന്നത്, അല്ലെ രംഗോലി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള്
നമ്മുടെ മുഴുവൻ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് റിവിഷനാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് റിവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് റിവിഷനായിട്ട് നമുക്ക് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നമ്മൾ പഠിച്ച ചാപ്റ്ററുകൾ ഞാൻ ഒന്ന് പറയാണ്. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചേച്ച് വരണം. രണ്ടാമത്തെ ചാപ്റ്റർ എത്തിക്സ് ഇൻ ഡെയിലി ലൈഫ്. ഞാൻ പറഞ്ഞു തന്നില്ലേ, മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ മുഴുവൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അത്രയും ഒന്ന് റിവിഷൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒന്ന് നന്നായിട്ട് നോക്കുക. നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ടുണ്ടല്ലോ, എന്നാലും നന്നായിട്ട് നോക്കുക. അടുത്ത ക്ലാസ്സിൽ എന്നാണോ അടുത്ത ക്ലാസ് നമുക്കുള്ളത് അന്ന് ഈ റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പൊ അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടേ വരാവുള്ളൂ. നന്നായിട്ട് പഠിക്കണം. അപ്പൊ അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എക്സാം ആണ്. അപ്പൊ എക്സാമിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് 2 കാര്യങ്ങൾ പറയട്ടെ. എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എഴുതുക. പിന്നെ നിങ്ങളുടെ ബ്രാഞ്ച്, ഏത് ബ്രാഞ്ചാണോ ഉള്ളത് അത് ചെയ്യുക. മൊഡ്യൂൾ 1 ഒരു ചാപ്റ്റർ ആണ് ഉള്ളത്, 2 എത്തിക്സ് ഇൻ ഡെയിലി ലൈഫ്. മൊഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും 5ാമത്തെ ചാപ്റ്റർ മീൽ പ്ലാനിങ്, 6ാമത്തെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, പിന്നെ 9ാമത്തെ ചാപ്റ്റർ ഫുഡ് പ്രിസർവേഷൻ. ഇത്രയാണ്. നമുക്ക് എന്നാണോ ക്ലാസ് ഉള്ളത് അന്നാണ് ഇത് ചോദിക്കുക. ഒന്ന് ഓർത്ത് വെച്ചൊന്ന് റിവിഷൻ ചെയ്തേച്ചു വരും. അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനാകും. പിന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ കളയരുത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് എക്സാമിലേക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പരീക്ഷയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും പഠിക്കാനും വേർഡുകളൊക്കെ നമുക്ക് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചേ പറയുന്നുള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിച്ചേച്ചേ വരാവുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു.